കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവനെ, അതായത് ദൈവത്തിൻ്റെ ജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ, അതായത് സാക്ഷാൽ വചനമായവനെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവമായവനെ തന്നെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു, അതായത് ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചത്. ദൂതന്മാരുടെ ഭാഷകളെ ഗ്രഹിക്കാൻ കഴിഞ്ഞാലും വരാനുള്ള കാര്യങ്ങളെ നേരിട്ടറിയാൻ കഴിഞ്ഞാലും എല്ലാ തരത്തിലും എല്ലാ രീതിയിലും ഒന്നിനും കുറവില്ലാത്ത ഒരു ജീവിതം നയിച്ചാലും ഈ സത്യസന്ധമായ ദൈവസ്നേഹത്തെ അറിയാൻ ആർക്കെല്ലാം കഴിയാതെ പോകുമോ അവരുടെ ജീവിതം പരാജയം മാത്രം ആണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്കും എനിക്കും ജീവിതം പരാജയമല്ലാതിരിക്കണമെങ്കിൽ, എനിക്കും നിങ്ങളുടെയും ജീവിതം വ്യക്തമായ നിലവാരത്തിൽ ധന്യമായിരിക്കണമെങ്കിൽ, ആ ധന്യനാകുന്ന നമ്മുടെ അരുമനാഥൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയത്തിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും സമ്മതിക്കും, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവുമായി ബന്ധമുള്ളവരാണ് എന്നെല്ലാം നിങ്ങൾ പറയും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോടും എന്നോടും, ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല, എന്നെ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജീവിതത്തിൽ ഒരു ദിവസം എത്ര തവണ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ട്? ഇത് നിങ്ങളെ വൈകാരികമായി ഉണർത്തുന്ന ഒരു ചോദ്യമല്ല. ഈ ചോദ്യം കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവാനും അല്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര തവണ ചിന്തിച്ചു, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് ആ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹനിമിത്തം എനിക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന സത്യത്തെ നിങ്ങൾ ഇന്ന് എത്ര തവണ ഓർത്തു? ഓർത്തില്ല എങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കുറ്റബോധം ജനിപ്പിക്കുവാനുമല്ല ഞാനിത് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു എന്ന ബോധ്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു നിങ്ങളെ വഴി നടത്തുന്നു, ക്രിസ്തുവാണ് നിങ്ങളോട് കൂടെ ഉള്ളത് എന്ന ബോധ്യം ഉണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടും എന്നോടും വ്യക്തമായ നിലവാരത്തിൽ ഇടപെടുകയാണ്. ക്രിസ്തു ഒരുവനിൽ ഉണ്ട് എന്ന ബോധ്യമുണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, നന്ദി പറയേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി മരിച്ചു എന്ന സത്യത്തെ ആയിരിക്കണം. തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യ അത്താഴ സമയത്ത് കർത്താവ് ഓർക്കുവാൻ ആവശ്യപ്പെട്ടത് തൻ്റെ മരണത്തെയാണ്. തൻ്റെ ശരീരമായി ആ അപ്പത്തെ എടുത്ത് നുറുക്കി കൊടുത്തിട്ട്, ഇതെൻ്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പിൻ എന്ന് പറഞ്ഞ് നുറുക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞത്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ,
ദൈവസ്നേഹം രുചിച്ചറിയുന്നവരെ, നിങ്ങൾ യഥാർത്ഥ ദൈവസ്നേഹം രുചിച്ചറിയുന്നവർ എങ്കിൽ നിങ്ങൾ യഥാർത്ഥ ദൈവസ്നേഹം അനുഭവിക്കുകയും മറ്റുള്ളവരോട് ആ ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവസ്നേഹം ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അളവുകോലും കൂടെയാണ്. വ്യക്തമായ രീതിയിൽ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ അരുമനാഥൻ, എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ ചിന്ത? ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചിന്ത ഇത് മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് തിന്നും, എന്തുടുക്കും, നാളെ എങ്ങനെ, മറ്റന്നാൾ എങ്ങനെ, ഇനി എങ്ങനെ മുന്നോട്ട്, ആ വ്യക്തി ഇങ്ങനെ, സാഹചര്യം ഇങ്ങനെ, അതിങ്ങനെ, ഇതിങ്ങനെ എന്ന ചിന്തയിൽ നമ്മെ കുഴച്ചിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പ്രിയപ്പെട്ടവനെ, നിന്റെ ഹൃദയം കർത്താവിൽ സ്ഥിരമായിരിക്കുവാനും നീ കർത്താവിനോടുകൂടെ സ്ഥിരതയോടിരുന്ന് കർത്താവിൻ്റെ ആ സ്നേഹത്തെ അനുഭവിക്കുവാനും കർത്താവ് നിന്നെ എന്നെയും വിളിച്ചിരിക്കുകയാണ്. സത്യസന്ധമായ ദൈവസ്നേഹം അത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തിക്ക് മാത്രം അനുഭവിക്കുവാൻ ഉള്ളതാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് വലിയ ഉണർവൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് ഒരു മർമ്മമാണ്. ഒരുവന് സത്യസന്ധമായ ദൈവസ്നേഹത്തെ അനുഭവിക്കണമെങ്കിൽ, അതായത് വികാരപരമായ ഇളക്കപ്പെരുക്കങ്ങളല്ലാതെ വികാരപരമായിട്ട് കാര്യങ്ങൾ കാണാതെ വ്യക്തമായ നിലവാരത്തിൽ ക്രിസ്തേശുവിനെ അനുഭവിപ്പാൻ, വ്യക്തമായ നിലവാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ, സ്നേഹിപ്പാൻ, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മിൽ വർദ്ധിച്ച് വരേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്? കാരണം നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ വില നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ വില നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് എപ്രകാരമെന്ന് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും ദൈവാത്മാവ് നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലല്ല നമ്മൾ നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ചാണ് നാം ദൈവാത്മാവ് നടത്തുന്നു എന്ന നിലവാരത്തിൽ നാം നടത്തപ്പെടുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമാക്കുകയാണ്, എൻ്റെ മരണത്തെ ഓർക്കുക. റിമെമ്പർ വാട്ട് ഐ ഹാവ് ഡൺ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവനെ തന്നിരിക്കുകയാണ്. ഒരു വ്യക്തിക്കും ഒരേ നിലവാരത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. പലപ്പോഴും താഴ്ച വരാറുണ്ട്. പലപ്പോഴും ആ താഴ്ചയിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ചയിലേക്ക് പോകുന്ന അനുഭവങ്ങൾ വരാറുണ്ട്. നമ്മുടെ മനസ്സ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പിടിതരാത്ത നിലവാരത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു അസ്വസ്ഥതയിൽ നിന്ന് മറ്റൊരു അസ്വസ്ഥതയിലേക്ക് നാം പോകും. സാഹചര്യം നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ, വ്യക്തികൾ നോക്കുമ്പോൾ ആരും നമുക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സ് പല നിലവാരത്തിൽ നമ്മെ സഞ്ചരിപ്പിക്കുമാറാക്കുന്നത് നാം ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ
സംസാരിക്കുന്നതിൻ്റെ പരമാർത്ഥത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ് അരുമനാഥനെ നോക്കുവാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ വചനം വായിക്കുന്നുണ്ട്, നിങ്ങൾ കർത്താവേ കർത്താവേ എന്നെല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടും എന്നോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. എത്ര പേർ സത്യസന്ധമായി കർത്താവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിനെ അല്ലെങ്കിൽ ആ മരണത്തെ വ്യക്തമായ നിലവാരത്തിൽ ദിനവും ധ്യാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ഈ വിഷയം സംസാരിക്കുന്നതിൻ്റെ കാര്യഗൗരവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ ഇടമില്ലാത്ത അനുഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം എവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം? നിങ്ങൾ നിങ്ങളുടേതായ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കാര്യം ചിന്തിച്ച് നടക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിന് എവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ സമയം? രണ്ട് സൈഡുമുണ്ട്. ചില വ്യക്തികൾ വിശ്രമമില്ലാതെ ദൈവത്തിന് വേണ്ടി ഓടുന്നു എന്ന് പറയുന്നു. എന്നാൽ ദൈവം പറയുന്നു, നീ എൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അവർക്ക് കേൾക്കാൻ സമയമില്ല, പക്ഷേ അവർ പറയുന്നത് എല്ലാവരും കേട്ടോളണം. അവർ ഓടുകയാണ്. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. ദൈവം കൂടെ ഉണ്ടോ? ഇല്ല. മറ്റു ചിലർ, ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, മറ്റു ചിലർ അവരവരുടെ ജീവിത ഭാരവും കൊണ്ട് ഓടുകയാണ്. എന്നാൽ കർത്താവ് പുറകെ പോവുകയാണ്. എന്താ പറയുന്നേ? നിന്റെ സകല ഭാരവും എൻ്റെ മേലിട്ട് എന്നിൽ വിശ്രമിക്ക്, ഞാൻ നിനക്ക് വിശ്രമത്തെ തരാം. പക്ഷെ അത് പോരാ. ആവശ്യ ഭാരങ്ങളാൽ വലയുന്നവനോടും സ്വന്തം ഹിതപ്രകാരം ദൈവഹിതം മറന്ന് ഓടുന്നവരോടും കർത്താവിന് പറയുവാനുള്ളത്, എൻ്റെ മരണത്തെ ഓർക്കുക, എൻ്റെ മരണത്തെ ഓർക്കുക. റിമെമ്പർ മൈ ഡെത്ത്, റിമെമ്പർ മൈ സാക്രിഫൈസ്. എൻ്റെ യാഗത്തെ ഓർക്കുക. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക. അയ്യോ, എൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എങ്ങനെ തിരിച്ചു വരും? എൻ്റെ ഈ ഒരു കടഭാരം എന്തുകൊണ്ട് എനിക്കത് മാറുന്നില്ല? എന്നെ ഈ വിഷയത്തിൽ സഹായിക്കാനും ആരുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് സഹായിക്കാൻ പറ്റും, പക്ഷേ അവരും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവനെ, നീ മനുഷ്യനിൽ ആശ്രയിച്ചാൽ നീ നശിച്ചു പോകും. നീ മനുഷ്യനിൽ ആശ്രയിച്ചാൽ നീ നശിച്ചു പോകും. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്ന ചിന്ത നിന്നിൽ എന്ന് വെളിപ്പെടുമോ അന്ന് നിന്റെ ജീവിതം മാറും. ഈ ഒരു സ്നേഹം, ഈ ഒരു അമൂല്യമായ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കടന്നു വരുമോ അന്ന് നിങ്ങളുടെയും എൻ്റെയും ജീവിതം മാറിപ്പോകും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാനിത് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇത് മനസ്സിലാക്കാൻ കൃപ ചെയ്തേ പറ്റൂ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ആരോടുമല്ല. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ എന്നോട് തന്നെയാണ്. എന്താണെന്നറിയോ കാര്യം? കർത്താവേ, എനിക്കറിയാം എന്നെ ഇനിയും വിശുദ്ധീകരിക്കുവാൻ ഉണ്ട്. കർത്താവേ, എനിക്കറിയാം ഇനിയും എനിക്ക് അങ്ങയുടെ സ്നേഹത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. കർത്താവേ, എനിക്കറിയാം ഇനിയും എൻ്റെ ചിന്തയിൽ, കർത്താവേ, എൻ്റെ ചിന്തയിൽ ഒരു രൂപാന്തരം വരേണ്ടതുണ്ട്. എൻ്റെ ചിന്ത അങ്ങയുടെ ചിന്തയായി മാറുവാൻ ഇനിയുമുണ്ട്. ഞാൻ ഇനിയും അനേകം ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവേ, എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിന് ഇടപെടുവാൻ തടസ്സമായിട്ട് ഉള്ള ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവനെ, ദൈവ പൈതലേ, കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്നു.
നീ കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കുവാനില്ല. നീ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിനക്ക് നിൻ്റേതായ ഒരു ലക്ഷ്യവും നിൻ്റേതായ ആഗ്രഹവും കാണില്ല. കാരണം കർത്താവ് സ്നേഹിക്കുന്നവൻ, കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുന്നവൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അതിമഹത്തായ ഒരു യാത്രയിലാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം കയറി വരുമ്പോൾ ആ വ്യക്തിയെ ബലപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ആ സത്യമാണ്, എൻ്റെ ദൈവം എനിക്കായി പരിഹാരമായി മരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന അനുഭവം വരുന്നു എങ്കിൽ പരീക്ഷിച്ചു നോക്ക്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അരുമനാഥൻ എനിക്കായി മരിച്ചു എന്ന സത്യത്തെ നിങ്ങൾ വെറുതെ മനസ്സിൽ പറയുന്നതിലോ ഏറ്റുപറയുന്നതിലോ അല്ല, ദൈവാത്മാവ് സഹായിച്ച്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണർത്തിച്ച്, ദൈവാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ആത്മീക തലം നിങ്ങളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ സംസാരിക്കുന്ന വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സഹായം അഭ്യർത്ഥിക്കണം. എന്തിനു വേണ്ടി നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സഹായം അഭ്യർത്ഥിക്കണം? നിങ്ങൾക്ക് വ്യക്തമായ നിലവാരത്തിൽ ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ, ദൈവം കൃപ തരുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സഹായം അഭ്യർത്ഥിക്കണം. You should ask the help of the Holy Spirit to remind you concerning the sacrifice of our God, our Lord, our Savior, Jesus Christ. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയണം, കർത്താവേ, ഞാൻ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ, ഞാൻ ജഡീകനായതുകൊണ്ട് തന്നെ, ഞാൻ ഈ ലോകത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കെപ്പോഴും എൻ്റെ അരുമനാഥനെ ഓർക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. എൻ്റെ സാഹചര്യം എന്നെ അതിന് അനുവദിക്കാതെ വരും, എൻ്റെ ചിന്തകൾ അതിന് എന്നെ അനുവദിക്കാതെ വരും. ആ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവേ എന്നോട് കരുണയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിനെ ഓർക്കുവാൻ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ജീവയാഗമായതായി ഇതിനെ ഓർക്കുവാൻ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലയേറിയ സത്യത്തെ ഓർക്കുവാൻ, ആ സത്യത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവേ അങ്ങനെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉയരട്ടെ. ആർക്കെല്ലാം സത്യസന്ധമായിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടോ, ആർക്കെല്ലാം സത്യസന്ധമായിട്ട് ദൈവസ്നേഹത്തിൽ വസിക്കണമെന്നുണ്ടോ, ആർക്കെല്ലാം ദൈവവുമായി ഒരു സത്യസന്ധമായ ബന്ധം വേണമെന്നുണ്ടോ, അവരോടെല്ലാം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ള ആലോചന എന്തെന്നാൽ, ക്രിസ്തുവിൻ്റെ മരണത്തെ ഉയർത്തുന്നവരാകുവിൻ, ഓർക്കുന്നവരാകുവിൻ, നിങ്ങൾ നശിച്ചു പോകയില്ല. ദൈവം നമ്മെ സ്നേഹിച്ചത് തന്നെ നമുക്ക് തന്നുകൊണ്ടാണ്. മനസ്സിലാക്കണം. അതാണ് യോഹന്നാൻ സുവിശേഷം 3:16 നാം വായിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ചത് തന്നെ നമുക്ക് വേണ്ടി തന്നുകൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ അക്ഷയമായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നമ്മിൽ വസിക്കണമെങ്കിൽ ആ ജീവയാഗത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവർ ആയിരുന്നാൽ മാത്രമേ പറ്റൂ. ആ ജീവയാഗത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ദൈവ സ്നേഹമുള്ളവരായി മാറ്റപ്പെടും. അപ്പോൾ അതുമാത്രമേ ഉള്ളൂ? അല്ല. ഒരുവനിൽ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ, ഒരുവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തു
എനിക്ക് വേണ്ടി മരിച്ചു എന്ന സത്യത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിക്കുമ്പോൾ അവിടെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. എവിടെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ അവിടെ കർത്താവിനെ കൂടുതലായി അറിയുവാനുള്ള വാഞ്ച വർദ്ധിക്കുകയാണ്. കർത്താവിനെ കൂടുതലായി അറിയുക എന്നാൽ ദൈവ വചനത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ കൂടുതൽ അറിയുക എന്നതാണ് എന്ന സത്യം ദൈവമക്കൾ മറന്നുപോകരുത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം, അതായത് ക്രൂശിന്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷ പ്രാപിപ്പാനുള്ളവർക്ക് അത് നിത്യരക്ഷയ്ക്ക് കാരണവുമാണ്. ദൈവ സ്നേഹം ഒരുവനിൽ വ്യാപരിക്കുമ്പോൾ ആ വ്യക്തിക്ക് സുബോധം വരികയാണ്. എവിടെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ളൊരു വ്യഗ്രത വരുമോ അവിടെ വ്യക്തമായ നിലവാരത്തിൽ ദൈവ വചനം കൂടുതലായി ഗ്രഹിക്കുവാനുള്ള വാഞ്ച വെളിപ്പെടും. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ചിന്ത ആരെ ഭരിക്കുമോ ആ വ്യക്തിയിൽ ദൈവസ്നേഹം വെളിപ്പെടും. ദൈവസ്നേഹം ആരിൽ വെളിപ്പെടുമോ ആ വ്യക്തിക്ക് ദൈവ വചനത്തിൽ നിന്ന് ക്രിസ്തുവിനെ കൂടുതലായി അറിയുവാനുള്ള കൃപ വെളിപ്പെടും. ക്രിസ്തുവിനെ കൂടുതലായി ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ അറിയാൻ ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ വ്യക്തമായി പറയാം, ആ വ്യക്തിയുടെ മനസ്സിന് രൂപാന്തരം വരുവാൻ ആരംഭിക്കും. ആ വ്യക്തി ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെടും. ആ വ്യക്തിയുടെ വികാരങ്ങളും ആ വ്യക്തിയുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെടും. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏതു വിഷയവും ക്രിസ്തുവിൻ്റെ മരണത്തെക്കാൾ വലുതായി ആ വ്യക്തി കാണില്ല. ആ വ്യക്തി ഒന്നിനെയും ക്രിസ്തുവിനേക്കാൾ വലുതായി സ്നേഹിക്കില്ല. ആ വ്യക്തി ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തെ കുറിച്ചായിരിക്കും, ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്ത ക്രിസ്തുവിൻ്റെ ചിന്തയായിരിക്കും. ഹി വിൽ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ആ വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വെളിപ്പെടും. ഈ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് ജഡ മനുഷ്യന് ഒരു കാരണവച്ചാലും ഗ്രഹിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാനും കഴിയില്ല, അംഗീകരിക്കാനും കഴിയില്ല. ക്രിസ്തുവിൻ്റെ ജീവനെ പ്രാപിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാത്തിനും ആധാരം ക്രിസ്തുവാണ്. എല്ലാത്തിനും ആധാരം ക്രിസ്തുവിൻ്റെ ആ യാഗമാണ്. ആ ജീവയാഗത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, എൻ്റെ പ്രാണനാഥ, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ അരുമനാഥ നന്ദി എന്നുള്ള ആ നന്ദി നിറഞ്ഞ വാക്കുകൾ ദൈവാത്മാവിൻ്റെ സഹായത്താൽ, നിങ്ങളുടെ സ്വന്തം മനസ്സിൽ നിന്നല്ലോ, ചിന്തയിൽ നിന്നല്ല, ദൈവാത്മാവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആർക്കും അടച്ചു വെക്കാൻ കഴിയാത്ത, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വന്ന് മൂടുന്നത് നിങ്ങൾ അനുഭവിക്കും.
ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വന്ന് മൂടുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ വചനത്തിൽ നിന്ന് കൂടുതലായി അറിയുവാനുള്ള വ്യഗ്രത ദൈവത്തിൻ്റെ ആത്മാവ് തരും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കൂടുതലായി കർത്താവിനെ വചനത്തിൽ നിന്ന് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കർത്താവിനെ കുറിച്ച് കൂടുതലായി പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടുവാൻ ആരംഭിക്കും. പ്രാകൃത മനുഷ്യനാകുന്ന നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായി ചേർന്ന് രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സായി മാറ്റപ്പെടും. നിങ്ങൾ പോലും അറിയാത്ത നിലവാരത്തിലുള്ള ദൈവീക വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന സത്യം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ രുചിച്ചറിയുന്നതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന്. ആദ്യം ക്രിസ്തുവിനെ മനസ്സിലാക്ക്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത നിമിഷം മരിക്കേണ്ടി വന്നാലും നീ സന്തോഷത്തോടെ മരിക്കും. കാരണം എന്തെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും തങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരാ. അവർ തങ്ങളെ തന്നെ വിലയുള്ളവരായി എണ്ണിയില്ല. അവർക്ക് വേണ്ടി ജീവനെ തന്ന അരുമനാഥനെ വിലയുള്ളവരായി എണ്ണി. സ്വർഗസ്ഥനെ, പ്രാണനാഥ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഈ മരുഭൂമി യാത്ര നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ തോറ്റുപോകും. തോൽക്കാതിരിപ്പാൻ ജയിച്ചവനെ, നമുക്ക് വേണ്ടി സകലതും നിവർത്തിച്ചവൻ്റെ മരണത്തെ ധ്യാനിച്ചു കൊള്ളുക. വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവനെ, കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ചിന്തിക്കുന്ന സത്യത്തെയാണ്. കാരണം എന്തെന്നറിയാമോ? ആ ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. വസിക്കുന്നു എന്ന് മാത്രമല്ല, ആ ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് നമ്മെ മൂടുകയാണ്. The love of Christ is enveloping us. ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. കർത്താവിനെ നമുക്ക് ഓർക്കാം, കർത്താവിനോടുകൂടെ ചേർന്നിരിക്കാം. അതിനായിട്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ സകല പരീക്ഷകളിൽ നിന്നും രക്ഷ പ്രാപിക്കണം. നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. നിങ്ങൾ കർത്താവിൽ വസിക്കണം. അതിനായിട്ട് തന്നെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സകല പഴയ കാര്യങ്ങളെയും പുറകിൽ എറിഞ്ഞു കളഞ്ഞ് കർത്താവിനെ നോക്കിക്കൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിപ്പാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ.